കേരളത്തിന്റെ നിയമസഭ സഖാവ് പിണറായി വിജയന്റെ തറവാട്ട് ഭൂമിയൊന്നുമല്ല. അവിടെ ഒരു MLA എഴുന്നേറ്റ് നിന്നാൽ അയാൾക്ക് ചില പ്രിവിലേജ് ഉണ്ട്. ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന MLAക്ക് പ്രിവിലേജ് ഉണ്ട്. അയാൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. മുഖ്യമന്ത്രി എന്ന അഹങ്കാരം വെച്ചിട്ട് അവിടെ ഇരിക്കാനല്ല ജനങ്ങൾ അങ്ങയെ ജനാധിപത്യത്തിലെ നായകനാക്കി തെരഞ്ഞെടുത്തത്. മറുപടി പറയണം. അവിടെ പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്തിനാ ഉണ്ടാക്കിയത്? ഒരു MLAയുടെ പ്രിവിലേജിനെ തിരസ്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടോ? സഭന്റെ നായകനാണെന്ന് കരുതിയിട്ട്, സഭയിൽ അയാൾ മുഖ്യനാണെന്ന് കരുതിയിട്ട് ഒരു MLAയുടെ പ്രിവിലേജിനെ പരിഹസിക്കാൻ ഇയാൾക്ക് എന്താ അവകാശം? സ്പീക്കർക്ക് എന്താ അവകാശം? രാജ്യത്തിലെ ജനാധിപത്യ നിയമമല്ലേ അത്? ആ പ്രിവിലേജ് വെച്ചിട്ട് ഒരാൾ നിയമസഭയുടെ അകത്തിരുന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ പരിഹസിക്കുക, കളിയാക്കുക, എന്തു രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി നിങ്ങളൊക്കെ ഇവിടെ പ്രസരിപ്പിക്കുന്നത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ കാണുന്നത്? നിങ്ങൾ വിചാരിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണ്? ഇത് ജനാധിപത്യ രാജ്യമാണ് മുഖ്യമന്ത്രി. ആ പ്രിവിലേജ് ആ MLAക്ക് അനുവദിച്ചു കൊടുക്കാൻ 1952 മദിരാശി സഭയിൽ മഹാനായ KM സീതി സാഹിബ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ ജനങ്ങൾക്ക്, വിശിഷ്യ മലബാറിലെ ജനങ്ങൾക്ക്, അവർ പതുക്കെ പതുക്കെ ഒരു പ്രവാസി സമൂഹമായി രൂപപ്പെട്ടു വരികയാണ്. അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിലുമൊക്കെയായി യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊരു വിമാനത്താവളം അവിടെ കൊണ്ടുവരണം. 1952 അറിയോ സഖാവ് പിണറായി വിജയന്? അന്ന് പക്ഷെ സീതി സാഹിബിനെ കളിയാക്കാത്തത് അങ്ങേപ്പോലത്തെ പോങ്ങന്മാരല്ല അന്ന് അവിടെ മുഖ്യമന്ത്രിമാരായി ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ്. പക്ഷേ അന്നത് പറഞ്ഞ സീതി സാഹിബിന്റെ കാലം എവിടെയാ? 52. ഇന്ന് കരിപ്പൂർ വിമാനത്താവളല്ലേ? തീർന്നോ? കണ്ണൂർ വിമാനത്താവളല്ലേ? കൊച്ചി വിമാനത്താവളല്ലേ? ഇതൊന്നും ഇല്ലാത്ത കാലത്താണ്. അത് പറയാൻ കാര്യം എന്താണെന്നറിയോ? അത് ചോദിച്ചത് KM സീതി സാഹിബാണ്, ലീഗ് നേതാവാണ്. ഫ്യൂച്ചറിനെ കുറിച്ച്, വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് കൃത്യമായ വിവരമുള്ള നേതാക്കന്മാരാണ്. അങ്ങ് കമ്പ്യൂട്ടറിനെ എതിർത്ത, ട്രാക്ടറിനെ എതിർത്ത പാരമ്പര്യമുള്ള അങ്ങയെ പോലത്തെ ഒരാൾക്ക് എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ഒരു ട്രെയിൻ വരുന്നതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് സംസാരിക്കാനാവുക? അങ്ങനെ ആവുക? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് നിങ്ങളോട്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന്, ഒരു നിയമസഭയിൽ ഒരു MLA എഴുന്നേറ്റ് നിന്ന് അയാൾ സംസാരിക്കുമ്പോ ആ സംസാരത്തെ കേൾക്കുക, പരിശോധിക്കാവുന്നതാണെങ്കിൽ. വേറെ നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരൊന്നും പറഞ്ഞില്ലല്ലോ. 5 നിലയിൽ മെട്രോയും മറ്റേ ട്രെയിനും മറ്റേ വാട്ടർ മെട്രോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു ട്രെയിൻ പരിശോധിക്കട്ടെ മൊയ്തീൻ. മെമ്പറോട് പറയാ പരിശോധിക്കാം, ആലോചിക്കാം. അതൊരു മര്യാദയല്ലേ? പരിഹസിച്ചിട്ട്, തമാശയാക്കിയിട്ട് അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ധിക്കാരവും അഹങ്കാരവും ഒരു MLAയുടെ പ്രിവിലേജിനെതിരെ പരിഹസിക്കല്? നിങ്ങൾ സ്വതസിദ്ധമായ പൊട്ടത്തരത്തിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? ശരിക്കു പറഞ്ഞാല് ആധുനിക സയൻസിന്, അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിക്കൊക്കെ മഹാസംഭാവനകൾ നടക്കാൻ കഴിയുന്ന വമ്പിച്ച പ്രസംഗമാണ് ഗോവിന്ദൻ നടത്തിയത്. ഗോവിന്ദൻ പറയാണ് കണ്ണൂരിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ആ സ്റ്റേജും ഒക്കെ നിങ്ങൾ കാണണം. അദ്ദേഹം പറയാണ് AI യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നിങ്ങളുടെ മൊബൈലിൽ AI ഉണ്ട്, എന്റെ മൊബൈലിൽ AI ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഈ അടുത്തൊരാള് കണ്ണൂര് ബീച്ചിലിരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് AIക്ക് കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോ. ഇതാണ് അത്ര AI. എന്റെ ഗോവിന്ദ, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ചൊരു മിനിമം ധാരണ അവനവൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ? എന്താ ഈ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണിയങ്ങളീ പറയണത്. 10 കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുണ്ട്. അറിയാം, 10 കൊല്ലം മുമ്പ്. എന്റെ ഗോവിന്ദൻ ജി, ഇതല്ല AI. നിങ്ങളോട് ആരാ പറഞ്ഞ ഇത് AI എന്ന്? ഇതാണോ AI എന്ന് പറയുന്നത്? ഇന്ന് ലോകത്ത് മുഴുവൻ, ഈ ടെക്നോളജിയുടെ ലോകത്ത് ഏറ്റവും വലിയ ചർച്ച വരുന്ന AI ഇതാണോ? എന്നിട്ട് അടുത്ത ഗോവിന്ദന്റെ കമന്റ് എന്താ അറിയങ്ങള്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ 60% അധ്വാനത്തിന്റെ ഇടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകും. എന്നാലും സോഷ്യലിസം വരും. എന്നിട്ട് പറഞ്ഞ അതിന് വേറെ മുൻകൂർ ജാമ്യം കൂടി മൂപ്പരെടുത്തു. എന്താ അറിയോ? ഇനി നാളെ വന്നോ സോഷ്യലിസം എന്ന് എന്നോട് ചോദിക്കരുത്. മിനിമം ഒരു 200 കൊല്ലെങ്കിലും എടുക്കും ഉപരി പറയാം. അപ്പൊ ആരും ചോദിക്കില്ല എന്ന് ഉറപ്പാൻ. ചോദിക്കാൻ ഗോവിന്ദനും ഉണ്ടാവില്ല, ആ കേട്ട പ്രസംഗം കേട്ടവരുണ്ടാവില്ല. പിന്നെ എന്തും പറയാലോ. എന്തിന്
എന്തിന് സോഷ്യലിസം? എന്റെ ചങ്ങായിമാരെ, ഒരു മിനിമം സമയം പറയണ്ടെങ്കിൽ ഇത് എത്ര കാലമായി കേൾക്കണം? 100 കൊല്ലം കഴിഞ്ഞാൽ, 200 കൊല്ലം കഴിഞ്ഞാൽ, എന്നിട്ട് അതിനകത്ത് വേറെ ഒരു പ്രഖ്യാപനമുണ്ട്. ഖുർആൻ കാലഹരണപ്പെട്ടു പോകും, ഭഗവത്ഗീത കാലഹരണപ്പെട്ടു പോകും, മാർക്സിസം നിലനിൽക്കും. ഏത് മാർക്സിസം? ഈ കേരളത്തിലെ ടാപട്ടത്തിലുള്ള ഈ സാധനമാണോ നിൽക്കാൻ പോണത്? എടാ ചങ്ങായിമാരെ, ഇത് പറയുമ്പോ 1400 കൊല്ലങ്ങൾക്കപ്പുറത്തുള്ള ഖുർആന് വള്ളി പുള്ളി തെറ്റാതെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടാ പറയണത്. എന്നിട്ട് പറയാ ഇപ്പോഴും മൂപ്പർക്ക് ഉറപ്പില്ല, 200 കൊല്ലം കഴിഞ്ഞാൽ എന്നിട്ട് ഒരു എന്താണ് അപ്പം വരാൻ സാധ്യതയുണ്ട് 200 കൊല്ലം കഴിഞ്ഞാൽ. ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ ഈ പ്രശ്നം പറഞ്ഞതെന്നറിയോ? ഞാൻ സഖാക്കളോട് പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 2 ആഴ്ച ലോകത്തിലെ ടെക്നോളജിയിൽ, അല്ലെ ലോകത്തിലെ ഈ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള 2 ആഴ്ചയാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം, ഗൂഗിളിൽ നിന്ന് നമ്മൾ ചാറ്റ് ജിപിടിയിലേക്ക് പോയി. ഗൂഗിൾ എന്താന്നൊക്കെ നിങ്ങൾക്കറിയാം, മക്കൾക്കും ചെറിയ ആളുകൾക്ക് വരെ അറിയാം. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, സംശയം ഉണ്ടായാൽ ഉടൻ നമ്മൾ എടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കും. ആരാണ്, എന്താണ്, എങ്ങനെയാണ്. മക്കൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. ആ കാലം കഴിഞ്ഞു. കാരണം ഗൂഗിൾ ഒരു ഇൻഫർമേഷനാണ്. ഗൂഗിൾ തരിക ഇൻഫർമേഷനാണ്. ഗൂഗിളിൽ നിന്ന് സാങ്കേതിക ലോകം ചാറ്റ് ജിപിടിയിലേക്ക് പോയി. ചാറ്റ് ജിപിടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു വിവരം ചോദിക്കുന്ന പോലെയല്ല, നിങ്ങൾ ചോദിക്കുന്നത് എന്തും ചാറ്റ് ജിപിടി തരും. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല, ഇപ്പോഴൊക്കെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് AI എന്ന്, എന്താണ് ചാറ്റ് ജിപിടി എന്ന്. ചാറ്റ് ജിപിടിയുടെ ചാറ്റ് പോട്ടിനകത്ത് മിനിമം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച്, സീതി സാഹിബിനെ കുറിച്ച്, AKGയെ കുറിച്ച്, അങ്ങനെയുള്ള ഒരു ചരിത്രത്തിലെ ഒരു വലിയ നേതാക്കന്മാരെ കുറിച്ച് എനിക്കൊരു സിനിമ വേണം. ആ സിനിമയുടെ അതിന്റെ ഒരു എന്താണ് വേണ്ടത്, അതിന്റെ ഒരു കഥ എനിക്ക് ആവശ്യമുണ്ട്, ഒരു തിരക്കഥ വേണം എന്ന് നിങ്ങൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മിനിറ്റുകൾക്കകം ചാറ്റ് ജിപിടി സീൻ 1, സീൻ 2, സീൻ 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തിരക്കഥ തരും. ഈസിയാണ്. രണ്ടാമതോ, ചാറ്റ് ജിപിടിയിൽ നിങ്ങൾ ചോദിക്കാണ്, ഇപ്പോൾ നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്, ഒരു തിസിസ് ആണ് ചെയ്യുന്നത്, ഇത് വടകരയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു പഠനം ആണെന്ന് വെക്കുക. എന്നാൽ നിങ്ങൾ ചാറ്റ് ജിപിടിയോട് പറയുക, എനിക്കൊരു തിസിസ് ആവശ്യമുണ്ട്, ഇത്ര പേജ് ലിമിറ്റ് ചെയ്ത ഇന്ന മാറ്റർ വേണമെന്ന് പറഞ്ഞാൽ ചാറ്റ് ജിപിടി മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ മനുഷ്യന് സാധ്യമല്ലാത്ത വിധം വേഗതയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ നോളജിന് അനുസരിച്ച് തരാൻ കഴിയുന്ന ഒന്നാണ് ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാറ്റ് ജിപിടിന്ന് ലോകം മാറി. ഇപ്പൊ 03 ആണ്. 03യുടെ ഒരു പ്രശ്നം എന്താന്ന് പറയുക, ഈ പ്രോസസ്സ്, ഈ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ പ്രോസസ്സുകളുടെ അളവ് കൂടി. ഇപ്പൊ പറയുന്നത് ഒരു 60 വ്യക്തികളിൽ 60 ഇടങ്ങളിൽ നിന്നെങ്കിലും ഇൻഫോർമേഷൻസ് സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം, കറകളഞ്ഞ ഉത്തരം നിങ്ങൾക്ക് 03 തരിക. ചാറ്റ് ജിപിടി പോവാൻ 03 വന്നു. LLM എന്ന് പറയും ഇതിനെല്ലാം, എന്താ ലാർജ് ലേണിംഗ് മോഡൽ എന്നാണ് പറയുക. ഇതാണ് പുതിയ സാങ്കേതിക വിദ്യ. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാറ്റ് ജിപിടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ LLM ഉണ്ടാക്കാൻ ലോകത്ത് അതിന്റെയൊക്കെ ഹെഡിനാണ് ഓപ്പൺ AI എന്ന് പറയുക. ഈ ഓപ്പൺ AIയുടെ CEO എന്ന് പറയുന്ന സാം ആൽട്മാൻ, അദ്ദേഹമാണ് ഇതിന്റെ CEO. ഈ പറയുന്ന AI ലോകത്ത് വന്നത് കോടാനുകോടി രൂപ മുടക്കിയിട്ടാണ് അമേരിക്ക. നിങ്ങൾക്കറിയാം, അമേരിക്ക കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സാധനം അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് ചൈന അതിന്റെ 100-1 പൈസ ഇല്ലാതെ ഇറക്കും. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളില് അതിന് സമാനമായ ഒരു ചാറ്റ് പോട്ട്, ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് പോട്ട് ചൈന ഇറക്കി എന്ന് മാത്രമല്ല, അമേരിക്ക വിറങ്ങലിച്ചു നിന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആപ്പിൾ ഐഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകള് അതിന്റെ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മുന്നിലെത്തി. എല്ലാ കണക്കുകളും തെറ്റിച്ച് ഈ ആഴ്ചയിൽ ഒരൊറ്റ ദിവസം അമേരിക്കയിലെ ഈ കുത്തക കമ്പനികൾക്ക് നഷ്ടമായത് $600 ബില്യൺ. എണ്ണി തീർക്കാൻ കഴിയില്ല. $600 ബില്യൺ. ഇന്ത്യക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത സംഖ്യ ഒരൊറ്റ ദിവസം കൊണ്ട്. അതിൽ NVIDIA ചിപ്പ് നിർമ്മാണമുണ്ട്.
അവർക്കടക്കം ഈ ചിപ്പ് നിർമ്മിക്കുന്ന സമയത്ത് അമേരിക്ക NVIDIAയോട് പറഞ്ഞത് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് എന്നാണ്, ചൈനക്ക് കൊടുക്കാതിരിക്കാനാണ്. പക്ഷെ ചൈന നേരത്തെ വാങ്ങി വെച്ചിരുന്ന ചിപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ ആഴ്ചയിൽ കോടാനുകോടി രൂപയുടെ നഷ്ടം വന്ന് അമേരിക്കയുടെ ഈ പറയുന്ന AI രംഗം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് അന്ന് ചൈനയുടെ ഈ വാർത്ത പുറത്തു വന്ന ദിവസമാണ് ഗോവിന്ദന്റെ AI പ്രസംഗം. എന്താ വെച്ചാൽ ചൈന എന്ന് കേട്ടപ്പോ മൂപ്പര് ആവേശത്തിൽ ചാടി ഇറങ്ങിയതാണ്. അയാൾ എന്താണ് ഇതിന്റെ സംഭവം, ഇതിനകത്തുള്ള കാര്യം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ ചോദിക്കണത്, എന്താണ് സംഭവം എന്നെങ്കിലും പഠിക്കട്ടെ. നിങ്ങൾ കുറുക്കോളി പോയി നിന്നൊക്കെ കളിയാക്കാൻ നടക്കണ മുഖ്യമന്ത്രിന്റെ അനുയായിയല്ലേ, പാർട്ടി സെക്രട്ടറി അല്ലേ? എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്താണ് സംഭവം എന്നെങ്കിലും പഠിക്കണ്ടേ? എന്റെ സഖാക്കളെ, എനിക്ക് സങ്കടം തോന്നി അതല്ല, ഈ ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോ ഒരു 3-4 ആള് സ്റ്റേജിലുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന ഭാവത്തിലാണ് അവരിയ്ക്കുന്നത്. അവരുടെ കാര്യം മിനിമം എല്ലാവർക്കും ഇങ്ങനെ ആയിപ്പോയി. സഖാഭാവുമ്പം പറ്റ ബുദ്ധി ഇല്ലാണ്ടായി പോകുന്നത് ഈ പ്രശ്നമുണ്ടോ? ഞാൻ അറിയാണ്ട് ഒരാളിത് തിരുത്തി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ ആധുനിക ലോകത്ത് AI-യുടെ പ്രശ്നം എന്താണ് എന്ന് ഗോവിന്ദൻ അറിയും. അതിങ്ങനെ മൊബൈലിൽ ആളെ ഐസിട്ട് കാണിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ആളുകളുടെ കോലം മാറ്റി കാണിക്കുക എന്ന് പറയുന്ന ചെറിയ പ്രശ്നമല്ല. മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യാണ് AI. നിങ്ങളും ഞാനിങ്ങനെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എടുക്കണില്ലേ? തീർന്നു. AI ഒരു വലിയ വെല്ലുവിളിയാണ്. എക്സ്ട്രാ ഇന്റലിജൻസ് ഇനി വരാൻ പോവാണ്. ഇനി അതിഭീകരമായ ഇന്റലിജന്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ AI-ൽ വരികയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചോദ്യത്തിന് 60 ഇടങ്ങളിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ട് ആ ഉത്തരം നൽകാൻ ഒരു ചാറ്റ് ബോട്ടിന് കഴിയാന്ന് പറഞ്ഞാൽ, 03ക്ക് കഴിയാന്ന് പറഞ്ഞാൽ എന്താ കപ്പാസിറ്റി? ഒരു മനുഷ്യനോട് ചോദിച്ചാൽ മനസ്സിലാവോ? മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യാണ്. നിങ്ങളും ഞാനും വേണോ, അതല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മതിയോ എന്ന മൗലികമായ പ്രശ്നം നിൽക്കുന്നിടത്താണ് ഇയാൾ ഈ തമാശ പറയുന്നത്. പ്രിയപ്പെട്ട CPM-ന്റെ ഗോവിന്ദ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഴിഞ്ഞ വേൾഡ് എക്കണോമിക് ഫോറം നടന്നത് ലാവോസിലാണ്. ആ വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ലാവോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു എന്നറിയുമോ? AI രംഗത്ത് നടക്കുന്ന അധാർമികതയെ കുറിച്ചാണ്. ഓപ്പൺഎയുടെ CEO ആയിട്ടുള്ള സാം ആൽട്ട്മാൻ വളരെ ഗൗരവത്തിലാണ് ആ മീറ്റിംഗിനകത്ത് ആ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും ലോകത്തിലെ നിരവധി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആശങ്കയോടുകൂടെ, വലിയ വേവലാതിയോടുകൂടെ അധാർമികമായ മേഖലകളിലേക്ക് ഇത് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൂപ്പർ ഇന്റലിജൻസ് വരുന്നതോടുകൂടെ അപകടകരമാവും കാര്യം. ഇപ്പൊ റീസെന്റ് ആയ ഒരു സാധനം ഞാൻ പറയാം. ഫലസ്തീൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഈ AI ഉപയോഗിച്ചു എന്നാണ്. എന്താണ്, മനുഷ്യനില്ലാതെ അപകടകരമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി റോക്കറ്റ് വിക്ഷേപിച്ച് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യരെയും കൊല്ലുന്ന ഇസ്രായേലി തന്ത്രത്തിന് AI ഉപയോഗിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യത്വരാഹിത്യത്തിന്, ആളുകളെ കൊല്ലാൻ, ആളുകളെ ഇല്ലാതെയാക്കാൻ, ആളുകളെ നശിപ്പിക്കുവാൻ, ലോകത്തെ തന്നെ നശിപ്പിക്കുവാൻ കഴിയുന്ന അധാർമികതയുടെ മേഖലയിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുമോ എന്ന ഗുരുതരമായ പ്രശ്നം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്താണ് നമ്മളുടെ ഗോവിന്ദൻ പറയുന്നത്, ഇത് നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ വേറൊരു സ്ഥലത്തുള്ള പോലെ ആക്കണ പണിയാണെന്നാണ്. എന്റെ ഗോവിന്ദൻ, അതൊക്കെ 10 കൊല്ലം മുമ്പ് മൊബൈൽ വന്ന ആപ്പാണ്. മിനിമം ഇതൊന്നും മനസ്സിലാക്കുക. പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം എന്താ? ഒറ്റ കാര്യം, ഞാൻ AI എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം ഗോവിന്ദനോട് പറഞ്ഞുതരാം. എന്താ നിങ്ങൾ ചോദിക്കാം, ChatGPT-യിൽ കയറിയിട്ട് ഹു ഈസ് ഗോവിന്ദൻ? അപ്പൊ ChatGPT 3-4 ചോദ്യങ്ങൾ, ആര് എന്താ ഉദ്ദേശിച്ച്, ഒരു ക്ലൂ തരുമോ? അപ്പൊ പറയാ, താനൂരിൽ നിന്ന് അപ്പം കയറ്റി എറണാകുളം വരെ കൊണ്ടുപോയി തിരിച്ചു വരാവുന്ന ട്രെയിനിനെ കുറിച്ച് സംസാരിച്ച ആൾ. അപ്പ ChatGPT പറയും, അത് നമ്മളെ ഗോവിന്ദൻ. ഇതാണ് ഗോവിന്ദ ChatGPT-യുടെ ഒരു മിനിമം സാധനമാണ്. ഇനി അതാണ് ChatGPT എന്ന് പറയണ്ട, ഒരു മിനിമം സാധനം. ആളെ പറയാതെ അനുബന്ധ സംഭവങ്ങൾ പറഞ്ഞാൽ പോലും അതിങ്ങനെ പ്രോസസ് ചെയ്തിട്ട് ആളെ പിടിക്കും. അല്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ, MP ഗോവിന്ദൻ എന്നൊന്നും പറയണ്ട. ഹു ഈസ് ഗോവിന്ദൻ? അത് മതി. അപ്പൊ പറയും, ഏത് ഗോവിന്ദൻ? അപ്പൊ ഒരു അടയാളം പറഞ്ഞു കൊടുക്കാൻ പറയാം. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇടക്കിടക്ക് പൊട്ടത്തരം പറയുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാലും പറയും, അത് നമ്മളെ
CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണെന്ന് പറയും. ഈ മിനിമം ചാറ്റ് GPT-യിൽ നിന്ന് കിട്ടാവുന്ന ഒരു സാധനം ഇതാണ്. ഞാൻ കുട്ടികളോട് പറയട്ടെ, വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളതിന് നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ചാറ്റ് GPT-യിലെ അല്ലെങ്കിൽ 03-യിൽ അല്ലെങ്കിൽ LLM-ലൊക്കെ ഇൻഫർമേഷൻസ് തിരയുന്നത് ഇപ്പൊ എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിലൊന്ന് വിക്കിപീഡിയയാണ്. നിങ്ങൾ ഈ വിക്കിപീഡിയ നിരന്തരമായി സെർച്ച് ചെയ്യുകയും ആ വിക്കിപീഡിയയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. അത് പരിശോധിക്കണം. കാരണം അതിനൊരു വലിയ മേഖലയിൽ കുറെ ആളുകളൊക്കെ പ്രവർത്തിച്ച് ചരിത്രത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ബോധ്യം വന്നാൽ കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ വിക്കിപീഡിയ ആണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് റിസോഴ്സ് എന്ന് മനസ്സിലാക്കി അവിടെ പോയി പുതിയ ടെക്നോളജി ഉപയോഗിച്ച് യഥാർത്ഥ ചരിത്രത്തെ അവിടെ ലിങ്ക് ചെയ്യാനുള്ള വെല്ലുവിളി അടക്കം നമുക്കുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നത്, അത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നിടത്താണ് നമ്മളുടെ പാർട്ടിയുടെ CPM-ന്റെ സെക്രട്ടറി ഇത്തരം തമാശകൾ പറയുന്നത് എന്നാണ്. ആ തമാശകൾ പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. അത് ഒരു നിസ്സാരമായ വിഷയമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ ദീർഘമായി സംസാരിക്കില്ല. മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഈ സമീപകാലത്തായി മുസ്ലിം ലീഗിന്റെ വേദികളിൽ നിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, CPM, ഞാൻ ഈ ചാറ്റ് GPT-യുടെ ഇൻഫോർമേഷൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന പോലെ CPM ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വ്യാപകമായ മനുഷ്യർക്കിടയിലുള്ള വെറിയ ഉണ്ടാക്കുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിപ്പിക്കാൻ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആ ടാർഗറ്റ് ചെയ്യുന്ന ആയുധം RSS-കാരന് നാളെ ഉപയോഗിക്കാൻ പാകത്തിൽ തിരഞ്ഞെടുക്കുക. ഇപ്പൊ വടകരയിലെ സമ്മേളനത്തിൽ പോലും സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം തരുകള്, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടരുത്. ഇതെന്തിനാ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്? ആരാ പിണറായി വിജയ കൂട്ടുകൂടിയത്? സത്യത്തില് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാകും, എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് ഈ കേരളത്തിൽ പറഞ്ഞു തരാൻ അർഹതപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ സഖാവ് പിണറായി വിജയനാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നാളെ ഇതേപോലെ വന്നിട്ട് RSS-മായി കൂട്ടുകൂടരുത് എന്ന് കൂടി പറയരുത്. കാരണം ഇപ്പൊ കൂടിയതിന്റെ ദുരന്തം നിങ്ങൾക്ക് കുറച്ച് നല്ല മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഉപദേശിക്കാൻ വരരുത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഈ തരത്തിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണ, ആ നുണ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട്, ആ കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായി സഖാവ് പിണറായി വിജയന്റെ സഹോദരൻ ആ പിണറായി പാറപ്പുറത്തെ പൊളിച്ച പള്ളിയുടെ ആ പള്ളി പൊളിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായതിൽ ആയിരുന്നു എന്ന വിവരമടക്കം ഞാൻ പറഞ്ഞപ്പോ ഒരു മിണ്ടാട്ടമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ മേക്കിട്ട് ചാടിക്കടിക്കാൻ വരുന്ന പാർട്ടി സെക്രട്ടറി ഇല്ല, പാർട്ടിയുടെ ആളുകളില്ല. പക്ഷേ P. ജയരാജൻ മെനഞ്ഞാന്ന് ഒരു ലോക്കൽ ചാനലിൽ, ഒരു പ്രധാന ചാനലൊന്നല്ല, ഒരു ലോക്കൽ ചാനലിനെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ പറയാൻ നുണയാണ്. തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്. ഏത് സഖാബ് കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്. അതുകൊണ്ട് പിണറായിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞ നുണയേക്കാൾ P. ജയരാജന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം, എന്നിട്ട് പിണറായിനെ ആപ്പിലാക്കണം എന്നാണ് മൂപ്പരുടെ ലക്ഷ്യമെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇനി എന്ത് ബോധ്യം ഉണ്ടായാലും പറയേണ്ട കാര്യം പറയണല്ലോ. CPM-ന്റെ നേതാക്കന്മാരോട് ഞാൻ പറയട്ടെ, തലശ്ശേരി കലാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ വാദഗതികളിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങൾ P. ജയരാജന്റെ വേറൊരു ഭീഷണിയുണ്ട്. ഷാജി എന്താണ് ശുദ്ധ തെമ്മാടിത്തരാണ് പറയണത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ജയരാജന്റെ ഭീഷണി എനിക്ക് മനസ്സിലാവും. ജയരാജ, താങ്കളുടെ മൂക്കിന്റെ താഴെ 10 കൊല്ലം MLA ആയി ഇരുന്നിട്ട് വന്നോനാ ഞാൻ. പേടിപ്പിക്കലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ ജാതി പേടിയൊന്നും നമുക്ക് ആർക്കുമില്ല, ഒരു ബേജാറുമില്ല. അതുകൊണ്ട് ആ വർത്താനം നിർത്തിയിട്ട് വസ്തുതകൾ പരിശോധിക്കാനാണ് ജയരാജൻ പറയണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിളാണ്. ഒന്ന്, ഈ കുഞ്ഞിരാമൻ മരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഷഹീദായി എന്ന് പറയുന്നത് ജനുവരി 3-ാം തീയതിയാണ്. ജനുവരി 31-ന് കലാപം തീർന്നു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കള്ള് ഷാപ്പിൽ ഇയാള് എന്തിനാണ് ഷഹീദാൻ പോയതെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ പറയണ എന്താ? ഞങ്ങള് പത്രവാർത്തയുണ്ട്. ഇപ്പൊ വേറൊക്കെ വിട്ടു, മനോരമ കണ്ടില്ലേ?
അങ്ങനെ ഞാൻ മെനക്കെട്ട് ഇയാൾ കാണിക്കുന്ന മനോരമ എടുത്ത് സ്ക്രീൻ ചെയ്ത് അത് വേറെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേറെ ഒന്നിലേക്ക് ലാർജ് ചെയ്ത് നോക്കി, എൻലാർജ് ചെയ്തിട്ട് നോക്കിയപ്പോ എന്താ സ്ഥിതി ഞങ്ങള് അതിൽ പറയാണ് മനോരമയിൽ CPM ആണെന്ന് പറഞ്ഞത്രേ, വന്നത്രേ, പോയത്രേ. ഏത് വസ്തുതാപരമായി മനോരമ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ വന്നത്രേ പോയത്രേ വന്നത്രേ എന്ന് പറയുന്ന വാർത്ത വെച്ചിട്ടാണ് ഈ കുഞ്ഞിരാമൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി. കുഞ്ഞിരാമൻ എന്തിനാണോ ജനുവരി 4-ാം തീയതി കള്ളുചാപ്പ് പോയിട്ട് അവിടെ പോയി അടിപിടി ഉണ്ടാക്കി മരിച്ചത്? അത് ഞങ്ങളുടെ തലയെ കൊണ്ടിടുക. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതില് രസകരമായ ഒരു കാര്യം പി ജയരാജൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ വിധേയത്തിൽ കമ്മീഷനിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. കലാപം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മൈക്ക് കെട്ടി ഒരു ജീപ്പ് പോയി. ആ ജീപ്പിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിലെന്താ തെറ്റുള്ളത്? കലാപം ഉണ്ടാക്കി നിങ്ങളാണ് അവസാനിപ്പിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ മൈക്ക് കെട്ടണം, നിങ്ങൾ എന്നെ പറയണം, അതിനൊരു സംശയമില്ലല്ലോ. വിധേയത്തിൽ കമ്മീഷനിലുള്ളത് വസ്തുതയല്ലേ? എന്റെ ചോദ്യം KM ഷാജിയുടെ ചോദ്യം അല്ലല്ലോ പി ജയരാജ, അതിന് മറുപടി പറയും. എന്റെ ചോദ്യം കണ്ണൂർ ജില്ലാ CPIയുടെ ചോദ്യമാണ്. കണ്ണൂർ ജില്ലാ CPI വിധേയത്തിൽ കമ്മീഷന്റെ 3ാമത് മൊഴി കൊടുത്ത ആളാണ്. 70 പേർ കൊടുത്ത മൊഴിയിൽ 3ാമത്തെ മൊഴി കണ്ണൂർ ജില്ലാ CPI കൗൺസിലാണ്. 5ാമത്തെ മൊഴി AIYF ആണ്. ഇവരെന്താ പറഞ്ഞാൽ ഞങ്ങള് ഈ കലാപം ഉണ്ടാക്കിയത് CPM ആണ്, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ് അല്ലേ? അതെന്താ ജയരാജൻ പറയാത്തത്? അതെന്താ പറയാത്തത്? അത് വിധേയത്തിൽ കമ്മീഷനിൽ 3ാമതല്ലേ ഉള്ളത്? 3ാമത്തെ സാക്ഷിമൊഴിയാണ്. എന്നിട്ട് അവിടെ CPIക്കാർ ചോദിച്ച ചോദ്യമുണ്ട്. ആ വളരെ കൃത്യമായി എന്ന് വെച്ചാല് സിമ്പിളാണ് കാര്യം. എന്താ അറിയോ ഞങ്ങള്? EMSന്റെ മന്ത്രിസഭയിൽ ലീഗ് കക്ഷിയാണ്. ലീഗ് അതിന്ന് പിരിഞ്ഞു, മന്ത്രിസഭ പൊളിഞ്ഞപ്പോ നമ്മള് ചേലാട്ട് അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ കക്ഷിയാണ്. എന്ന് മാത്രല്ല, ബൽറാം എന്ന് പറയുന്ന CPIക്കാരൻ തലശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചു. ഈ ഒറ്റ ചൊറിച്ചിലാണ് ജനസംഘത്തെയും RSSനെയും പിണറായി വിജയന്റെ CPMനെയും വിരളി പിടിപ്പിച്ചത്. അത് മുസ്ലിം ലീഗ് വിരുദ്ധത പറഞ്ഞ് മുസ്ലിം വിരുദ്ധതയാക്കി. അവിടെ കലാപം ഉണ്ടാക്കുക മാത്രമല്ല, ആ കലാപത്തിൽ ഭീകരമായി കൊള്ളയടിച്ചു കൊണ്ടുപോയത്. CPIക്കാരൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? കലാപം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അല്ല